സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ അതിശക്തമായ മഴയും കാറ്റുമാണ്. അതിൽ പലയിടത്തും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വയനാട് നടവയലിൽ കോഴി ഫാം തകർന്ന് 3500 കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു. കോഴിക്കോട് മലയോര മേഖലയിൽ ശക്തമായ കാറ്റും മഴയും തുടരുന്നു. ഇടുക്കി തൊടുപുഴയിൽ വ്യാപക കൃഷിനാശമുണ്ടായി. വൈകിട്ട് വരെ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. അടുത്ത 3 മണിക്കൂറിൽ പാലക്കാട് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. MG പ്രതീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, വരുന്ന മണിക്കൂറുകളിൽ ഏതൊക്കെ ജില്ലകൾ പ്രത്യേക ജാഗ്രത പുലർത്തണം? നിലവിൽ പലയിടത്തും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കൂടി പ്രതീഷ്. അർജിത്ത്, വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നേരത്തെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. 9 ജില്ലകളിലായിരുന്നു നേരത്തെ ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം പാലക്കാട് ജില്ലയിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത 3 മണിക്കൂറേക്കുള്ളിലാണ് അല്ലെങ്കിൽ 3 മണിക്കൂറിനാണ് ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്ന ഓറഞ്ച് അലർട്ട്. ഈ ജില്ലയിൽ അതിശക്തമായ മഴ വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്ന കാര്യം. മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്ന കാര്യം. നേരത്തെ റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ശക്തമായ മഴയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കുറ്റ്യാടി മലയോര മേഖലകളിൽ ശക്തമായ കാറ്റും മഴയുമായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്നത്. കുറ്റ്യാടി തൊട്ടിൽപ്പാലം റോഡിൽ ഈ മരം വീണ് അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റൊന്ന് ഇടുക്കി ജില്ലയിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. തൊടുപുഴയിൽ ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയുണ്ടായിരുന്നു. കൃഷികൾ നശിച്ചു. പലയിടങ്ങളിലും മരങ്ങൾ വീണ ഈ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വയനാട് നടവയലിൽ വലിയ തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നടവയലിൽ പുഞ്ചക്കുന്നിൽ ഈ വ്യാപക നാശനഷ്ടം ഉണ്ടായി. ഫാം ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. 3500ഓളം കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു എന്നതാണ് വയനാട്ടിൽ നിന്നുൾപ്പെടെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എറണാകുളത്തും ശക്തമായ മഴയാണ് കഴിഞ്ഞ മണിക്കൂറിൽ രേഖപ്പെടുത്തിയത്. കോതമംഗലം മാതിരാപ്പള്ളിയിൽ തെങ്ങ് കടപുഴകി വീണ് അരമണിക്കൂറോളം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സൂചന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഒപ്പം പാലക്കാട് ജില്ലയിൽ അതിശക്തമായ മഴയുണ്ടാകുമെന്ന് കൂടി കാലാവസ്ഥാ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് വരുന്ന മണിക്കൂറിൽ ഒരു പ്രത്യേക ജാഗ്രത വേണം എന്നുള്ള കാര്യം കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പലയിടത്തും കനത്ത മഴയിൽ വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു.